ഗൾഫ് കടലിടുക്ക് അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ല എന്നാണ് UAE വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസിനെ മോചിപ്പിക്കാൻ UAE അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തിറങ്ങും എന്നുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. UAE പ്രസിഡന്റ് ബഹ്റിൻ രാജാവിനെ കണ്ടു. മധ്യസ്ഥ ചർച്ചകളിൽ വിട്ടുവീഴ്ച മനോഭാവം വേണമെന്ന് ഖത്തർ ഇറാനോട് ആവശ്യപ്പെടുന്നു. സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുത് എന്നും ഖത്തർ വളരെ പ്രധാനപ്പെട്ട വിവരമായി നൽകുന്ന സാഹചര്യമുണ്ട്. കാർത്തിക്, ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ ഏറെ നിർണായകമാണ്. നമുക്കറിയാം, ഏറ്റവും അധികം ഈ യുദ്ധത്തിൽ പ്രശ്നം സംഭവിച്ചത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അതിനിടയിലാണ് ഇത്ര വലിയ ഇടപെടൽ ഈ രാജ്യങ്ങൾ കൂടി ചേർന്ന് നടത്തുന്നത്. രഞ്ജിത്ത്, UAE, ഖത്തർ, ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ സജീവമായി ചർച്ചകൾ നടത്തുന്നത്. ഖത്തർ തലവൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് സമുദ്രത്തെയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ജലപാതകളെയും വിലപേശൽ ഉപകരണമാക്കി മാറ്റരുത് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അതായത് ഖത്തറും സ്വരം കടുപ്പിക്കുന്നു. UAE ആകട്ടെ നേരത്തെ തന്നെ കടുത്ത നിലപാട് അറിയിച്ചു. ഹോർമൂസ് ഇറാൻ്റെ സ്വത്തല്ല എന്ന തരത്തിലായിരുന്നു UAE തലവൻ്റെ പ്രതികരണം. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വാഭാവികമായും ഒരു രണ്ടാം റൗണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ അടക്കം ശക്തമായ സമ്മർദ്ദം ഇറാനുമേൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ UAE പ്രസിഡന്റ് ബഹ്റിൻ രാജാവുമായി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലും ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. ഇറാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് പൊതുവിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. എന്തായാലും സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുതെന്ന അഭിപ്രായമാണ് ഈ രാജ്യങ്ങൾക്ക് ഉള്ളത്. ഈ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ അടക്കം സുരക്ഷിതമല്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളുടെ അവർ തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളും അതോടൊപ്പം തന്നെ ബാക്ക്ഡോർ ആശയവിനിമയങ്ങളുമൊക്കെ സജീവമായി തുടരുന്നത്.